വറഹ്മത്തുള്ളാ. നമുക്ക് സമസ്തയുടെ റിസൾട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. അതിനായിട്ട് പ്രത്യേകമായിട്ടൊരു ലിങ്കൊക്കെ നിങ്ങൾക്ക് വിട്ടുതന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ മുകളിൽ മദ്രസ റിസൾട്ട് എന്നുണ്ട്, അതുപോലെ റേഞ്ച് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ മദ്രസ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ സെലക്ട് ടൈപ്പ്, അത് സ്കൂൾ മദ്രസയാണോ ജനറൽ മദ്രസയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സാധാരണ മദ്രസകളൊക്കെ ജനറൽ മദ്രസകളായിരിക്കും. നമുക്ക് ജനറൽ മദ്രസ എന്ന് കൊടുക്കാം. സെലക്ട് ക്ലാസ്, അവിടെ ക്ലാസ്സാണ് കൊടുക്കേണ്ടത്. 5ാം ക്ലാസ്സാണോ 7ാം ക്ലാസ്സാണോ 10ാം ക്ലാസ്സാണോ എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മദ്രസയുടെ രജിസ്റ്റർ നമ്പറാണ് അടിക്കേണ്ടി വരിക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ്. ഇനി പുതിയ വർഷത്തെ ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. റേഞ്ച് റിസൾട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജനറൽ കൊടുക്കുക, അതേപോലെ തന്നെ സെലക്ട് ക്ലാസ് കൊടുക്കുക, 7 റേഞ്ചിൻ്റെ നമ്പർ കൊടുക്കുക. ഇപ്പോൾ 42 പാണ്ടിക്കാട് റേഞ്ചാണ്. അപ്പോൾ പാണ്ടിക്കാട് റേഞ്ചിലെ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ്. പിന്നെ ഇനി ന്യൂ റിസൾട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. അവിടെ എക്സാമിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്ന രീതിയിൽ നമ്മളുടേത് മാത്രമായിട്ടും കാണാൻ പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് റിസൾട്ടുകൾ ചെക്ക് ചെയ്യേണ്ടത്.